കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ദോഷമാണ്. എന്നാൽ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ്റെയും ബുധൻ്റെയും നില ഗുണകരമാണ്. 6ലേക്ക് 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും അതെല്ലാം തന്നെ ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദുസ്വാധീനം ഇവരെ വലുതായിട്ട് ഈ ആഴ്ചയിൽ ബാധിക്കില്ല. ശുക്രൻ്റെ 5ലെ നില സാമ്പത്തികമായ നേട്ടവും കർമ്മരംഗത്ത് ഇവർക്ക് ഭാഗ്യവും വിജയവും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉറപ്പാകുന്നു. ബന്ധുമിത്രാദികളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമൊക്കെ വളരെ സന്തോഷകരമായ വർത്തമാനം കേൾക്കുന്നു. സന്താനങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലോ ഇവർക്ക് മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച. മാത്രമല്ല വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയുടെ കാര്യത്തിലും അവർക്ക് വളരെ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കുന്നു. പൊതുവെ ഗുണകരമാണ് ഭാഗ്യത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ജോലി സംബന്ധമായ കാര്യത്തിലും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യത്തിലും. എന്നാൽ മോശാവസ്ഥ ഉണ്ടാകുന്നത് പ്രധാനമായും ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഡയഫ്രം പോലുള്ള ഹൃദയത്തിന് തൊട്ട് താഴെയുള്ള ഭാഗങ്ങളിലുമൊക്കെ നേരിയ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദ്രോഗത്തിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. സൂര്യനായതുകൊണ്ട് 6ാം ഭാവത്തിൽ പോകുമ്പോൾ രോഗാവസ്ഥയ്ക്ക് ദോഷം ഉണ്ടാകാം. പ്രത്യേകിച്ച് നയനരോഗമോ ഞരമ്പ് സംബന്ധമായ അസുഖമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രു എന്നാൽ താങ്കളുടെ മേൽ ഈ ആഴ്ച വലിയ ചില ബഹളങ്ങളൊന്നും കാണിക്കാനുള്ള സാധ്യതയില്ല. അത്തരം ദുര്യോഗങ്ങൾക്ക് മേൽ ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് വിജയമാണ് കാണുന്നത്. ഈ ആഴ്ച ഇവരുടെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, 14 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്.